ഹലോ ലതോ, ഇന്നെക്കൂടി ഇത് പഠിക്കാൻ പറ്റില്ല. എത്ര ചെയ്തിട്ടും ഇത് ശരിയാവില്ല. എങ്ങനെയപ്പോ ഇതൊക്കെ പഠിക്കുക? ഓഹ്, എന്താ ചെയ്യാ? ആ എളുപ്പവഴിയുണ്ടല്ലോ അല്ലേ? വേഗം ഫിസിക്സ് ബോക്സിൽ എന്ത് ചെയ്യാ, ജോയിൻ ചെയ്യല്ലേ? ഓക്കെ. ഹലോ, ഞാൻ ജിത്തു, നിങ്ങളുടെ ഫിസിക്സ് ടീച്ചറാണ്. ഓക്കെ, അപ്പൊ നമ്മള് +2 ഫിസിക്സിലെ നമ്മള് ഓണം എക്സാം എത്തിയില്ലേ? അപ്പം എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ എക്സാമിന് ഓണം എക്സാമിന് ചോദിക്കുന്ന 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റൻസ് ആണ് നമ്മൾ ചോദിക്കാൻ നോക്കിയാലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റൻ ആണ് ക്വാണ്ടിസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനെ കുറിച്ച് ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും, 1-2 മാർക്ക് ഉണ്ടാകും. ഓക്കെ, അത് ചാർജസ് ആൻഡ് ഇന്റഗ്രൽ മൾട്ടിപ്ലൈ പ്ലസ് ഓർ മൈനസ് എനി. പിന്നെ കൂളംസ് ലോയെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആൻഡ് പ്രോപ്പർട്ടീസ്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകും എക്സാമിന്. നോട്ട് ചെയ്ത് വെക്കുക. എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ് ഇതിനെ കുറിച്ച് ചോദിക്കും. സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷനെ കുറിച്ച് ചോദിക്കും. അതുപോലെ തന്നെ ഗോസസ് ലോ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നതിനെ കുറിച്ച് ചോദിക്കും. പിന്നെ അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിക്കും ഫസ്റ്റ് ചാപ്റ്റർ കേട്ടോ. ഈ അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് യൂണിഫോംലി ചാർജ് സ്ഫിയർ ആണ്. ഓക്കെ, ചാർജ് ഇൻസൈഡ് സ്ഫിയർ, ഔട്ട്സൈഡ് സ്ഫിയർ, ഓൺ സർഫേസ് ഓഫ് സ്ഫിയർ, ഇത്രയും കാര്യങ്ങളാണ് എക്സാമിന് ചോദിക്കുക. ഓക്കെ, ഞാൻ സെക്കൻഡ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അപ്പോൾ അതിലൊക്കെ ചോദിക്കാൻ നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഇൻസിഡന്റ് ഡ്യൂ ടു പോയിന്റ് ചാർജ് ഉറപ്പായി ചോദിക്കും. ഇലക്ട്രിക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ആൻഡ് പ്രോബ്ലംസ്. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് യൂണിറ്റ് നിർബന്ധമായി ചോദിച്ചിരിക്കും. കപ്പാസിറ്റർ യൂണിറ്റ്, കപ്പാസിറ്റർ അതിന്റെ യൂണിറ്റ്, സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ. ഓക്കെ, അപ്പം സീരീസും പാരലൽ കോമ്പിനേഷൻ പഠിച്ചിരിക്കാൻ കപ്പാസിറ്റർ യൂണിറ്റ് എന്ന് മനസ്സിലാക്കുക. കപ്പാസിറ്ററിനെ സംബന്ധിച്ച പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഫാക്ടേഴ്സ് ഡിപെൻഡിംഗ് ഓൺ ദ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റി. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റി ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെ. പിന്നെ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ആൻഡ് എനർജി ഡെൻസിറ്റി ഓഫ് കപ്പാസിറ്റർ. അപ്പം ഇതിൽ ഡെറിവേഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് എനർജി ഡെൻസിറ്റി അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക. അതിന്റെ ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ പഠിക്കണം. ഓക്കെ, തേർഡ് യൂണിറ്റിലേക്ക് പോകാം. ഓക്കെ, ഓംസ് ലോ ആൻഡ് ലിമിറ്റേഷൻസ് നിർബന്ധമായി പഠിച്ചിരിക്കണം. അതുപോലെ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും യൂണിറ്റും ഡയമെൻഷനും പറഞ്ഞിരിക്കണം. പ്രോബ്ലംസ് റിലേറ്റഡ് ടു റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ആൻഡ് മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് അതിന്റെ എക്സ്പ്രഷൻ വേണം. അതുപോലെ ഡയമെൻഷൻ നമ്മൾ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റി ഡയമെൻഷൻ പഠിച്ചിരിക്കണം. പിന്നെ പ്രോബ്ലംസ് പഠിച്ചിരിക്കണം. പിന്നെ പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ് നിർബന്ധമായി പഠിച്ചിരിക്കണം. സെൽസ് ഇൻ സീരീസ്, പാരലൽ കോമ്പിനേഷൻ ആൻഡ് പ്രോബ്ലംസ്. സെൽസ് സീരീസ് ആണെങ്കിൽ പാരലൽ ആണെങ്കിൽ തമ്മിലുള്ള എന്താണ് എഫക്റ്റീവ് വാല്യൂ, റെസിസ്റ്റൻസ് ആൻഡ് ഇന്റർണൽ റെസിസ്റ്റൻസ് ആൻഡ് ഇഎംഎഫ്. ഓക്കെ, എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ, എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക. ഓക്കെ, പിന്നെ കിർച്ചോഫ് ലോ ആൻഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജസ്. ഓക്കെ, ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് അല്ലെങ്കിൽ കിർച്ചോഫ് ലോ അതിൽ ഏതെങ്കിലും ഒന്ന് മസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കും, ഷുവറാണ്. നാലാം ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, ലോറൻസ് ഫോഴ്സ് ആൻഡ് ഇക്വേഷൻസിനെ കുറിച്ച് എന്തായാലും ചോദിച്ചിരിക്കും. ആംബിയർ സർക്യൂട്ടൽ തിയറം ആൻഡ് പ്രൂഫ് നിർബന്ധമായി ഏതെങ്കിലും ഒന്നുണ്ടാകും. ഓക്കെ, ബയോസാവേർട്ട് ലോ തീർച്ചയായും ചോദിച്ചിരിക്കും. ആപ്ലിക്കേഷൻസ് ഓഫ് ആംബിയർ സർക്യൂട്ടൽ ലോ എന്തായാലും ഉണ്ടാകും. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സ്റ്റേറ്റ് ഇൻഫിനിറ്റ് സ്റ്റേറ്റ് കാരിങ് കണ്ടക്ടർ. ഇൻ ദ കേസ് ഓഫ് സോളിനോയിഡ്, പിന്നെ ഫോഴ്സ് ബിറ്റ്വീൻ ടു കറന്റ് കാരിങ് പാരലൽ കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓഫ് ആംബിയർ സർക്യൂട്ടൽ ലോ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടുണ്ടാകും. ഓക്കെ, ഇപ്പൊ ചാൻസ് കൂടുതൽ എ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സ്റ്റേറ്റ് ഇൻഫിനിറ്റ് ലോങ് സ്റ്റേറ്റ് കാരിങ് കണ്ടക്ടർ ആണ്. ഓക്കെ, എന്നിരുന്നാലും നമ്മൾ പാരലൽ പ്ലേറ്റ് കണ്ടക്ടേഴ്സിന്റെ കേസുള്ളതും ചോദിക്കുക. അത് ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് ചാൻസ് കൂടുതലുള്ളത്? മോഷൻ ഓഫ് ചാർജ് പാർട്ടികളാണ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് നിർബന്ധമായി ചോദിച്ചിരിക്കും. ബി ഈസ് ഈക്വൽ ടു, ഓക്കെ, ഒരു ഇക്വേഷൻസ് ഉണ്ടല്ലോ, ആ കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, BLB എന്നുള്ള ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, അത് പഠിച്ചിരിക്കാം. ഓക്കെ, കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ടു അമ്മീറ്റർ ആൻഡ് പ്രോബ്ലംസ്. ഓക്കെ, ഗാൽവനോമീറ്റർ എങ്ങനെ അമ്മീറ്ററാക്കി മാറ്റാം, അതിനെ ബന്ധപ്പെട്ട പ്രോബ്ലംസും പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, ബൈ.